ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേൽ 25-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ഇതിൽ 1-ാം വാക്യത്തിൽ ശമൂവേൽ പുരോഹിതൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എൽക്കാന ഹന്ന ദമ്പതികളുടെ മകനായി പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകിയ മകനായിരുന്നു ശമൂവേൽ. അവൻ ഇസ്രായേലിൻ്റെ ന്യായാധിപനായും പുരോഹിതനായും പ്രവാചകനായും ദീർഘകാലം ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ബാല്യകാലത്തിലെ തന്നെ ദൈവത്തിൻ്റെ വിളി ലഭിച്ച് അപ്രകാരം ജീവിച്ച നല്ല ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ദൈവം നൽകി. ആദ്യം ശൗലിൻ്റെ തിന്മ മുഖാന്തരം നഷ്ടപ്പെട്ടപ്പോൾ ദാവീദിനെ. അങ്ങനെ ഒരുപാട് ദൈവാനുഭവത്തോടെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ശമൂവേൽ എന്ന് പറയുന്നതായ ഈ വ്യക്തി. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, അതേസമയത്ത് ന്യായാധിപനായിരുന്നു, അതേസമയത്ത് പ്രവാചകനുമായിരുന്നു. 2-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് കാലേബ് വംശകനായ മാവോൻ അല്ലെങ്കിൽ പാരാൻ മരുഭൂമിയിലെ ധനികനായ ഒരു മനുഷ്യനെ, നാബാൽ എന്ന് പറയുന്നൊരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അബിഗേൽ എന്നാണ്. ഈ നാബാലിൻ്റെ ഇടയന്മാരും ദാവീദ് പണ്ട് ഇടയനായിരുന്ന കാലത്ത് ദാവീദും ഭൃത്യന്മാരും ആടുകളെ മേയിച്ചിരുന്ന ആ സ്ഥലത്ത് തന്നെ ഇവരുമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആടുകളെ, ഈ നാബാലിൻ്റെ ആടുകളെ പലപ്പോഴും ദാവീദ് സംരക്ഷിച്ച് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹം വലിയ ഒരു ധനികനായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആടുകളുടെ രോമം കത്തിരിക്കുന്നതായ സമയം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവം പോലെയാണ്. ആ സമയത്ത് ധാരാളം ആളുകളെ അവിടെ കൂട്ടുകയും അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയും വലിയ വിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം അദ്ദേഹം ഇങ്ങനെ രോമം കത്തിരിക്കുന്ന ഒരു സ്ഥലത്തുണ്ട് എന്നറിഞ്ഞതായ ദാവീദ് ഭക്ഷണമില്ലാതെ വന്നപ്പോൾ തൻ്റെ 10 ഭൃത്യന്മാരെ പറഞ്ഞയക്കുന്നു, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരണം, അത് വിശേഷ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതോ ഒരു പെരുന്നാളാണ്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. ദാവീദ് ഒളിച്ചോടുന്ന ആളാണല്ലോ. പക്ഷേ നാബാൽ ചെന്നവരെ ഭക്ഷണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ദാവീദിനെക്കുറിച്ച് മോശമായ ഒരു വാക്ക് അദ്ദേഹം പറയുകയും ചെയ്തു. പല ആട്ടിടയന്മാരും പല ഭൃത്യന്മാരെ, യജമാനന്മാരെ അനുസരിക്കാതെ നടക്കുന്നുവെന്നറിയുന്നു. അവൻ ഒരുവനായിരിക്കാം എന്ന അർത്ഥത്തിൽ ദാവീദിനെ അദ്ദേഹം പരിഹസിച്ച് വിടുകയാണ്. ഭക്ഷണമൊന്നും കൊടുത്തയക്കുന്നുമില്ല. ഭൃത്യന്മാരിത് വന്ന് ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ് ഉടനെ തന്നെ കോപിഷ്ഠനായി അദ്ദേഹത്തോട് യുദ്ധത്തിനിറങ്ങാൻ വേണ്ടി എല്ലാവരെയും ഒരുക്കുകയാണ്. കാരണം താൻ ചെയ്ത നന്മയ്ക്ക് പകരം അവൻ ഇപ്പോൾ തന്നോട് തിന്മ ചെയ്തിരിക്കുന്നു എന്നുള്ളതായ വാശിയാണ്. അതുകൊണ്ട് അവനെ ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയോടുകൂടി തന്നെ ദാവീദും അതിനുവേണ്ടിയുള്ള എല്ലാം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് നാബാലിൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ ഓടിച്ചെന്ന് ഭാര്യയായിരുന്ന അബിഗേലിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അവൾ വളരെ വിവേകമതിയും കാരുണ്യവതിയും ബുദ്ധിമതിയുമായ ഒരു സ്ത്രീയായിരുന്നു. അവൾ പെട്ടെന്ന് കുറേ അപ്പവും മാംസവും വീഞ്ഞും എല്ലാം കരുതി ഉണ്ടാക്കി ദാവീദിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. കാരണം ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തെന്നും അവൻ ഇസ്രായേലിൻ്റെ രാജാവാകാൻ പോകുന്നവനാണെന്നും ശൗൽ അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കെല്ലാം അറിയാം. അപ്പോൾ അവൾ തന്നെയല്ല, അവളുടെ ആടുകളെ നേരത്തെ ദാവീദ് സംരക്ഷിച്ച കാര്യങ്ങളൊക്കെ ഈ സ്ത്രീക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് അവൾ പെട്ടെന്ന്, തൻ്റെ ഭർത്താവ് പോഷത്തരം കാണിച്ചെങ്കിലും അവൾ പെട്ടെന്ന് ദാവീദിന് അവരുടെ ആളുകൾക്കും ആവശ്യമായ ഭക്ഷണവും വീഞ്ഞും എല്ലാം കരുതി പെട്ടെന്ന് ദാവീദിൻ്റെ അടുത്തേക്ക് അവൾ ചെല്ലുമ്പോൾ നാബാലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ദാവീദ് വരുന്നതായ കാഴ്ചയാണ് കാണുന്നത്.
അവൾ പെട്ടെന്ന് ആ ഒട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ദാവീദിനെ വണങ്ങി അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ബുദ്ധിയില്ല, അദ്ദേഹം ഭോഷനാണ്. നാബാലിൻ്റെ വാക്കിനർത്ഥം തന്നെ അപ്രകാരമാണ്. ഭോഷൻ എന്ന ഒരർത്ഥമാണ് ആ വാക്കിന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ആ ഭോഷത്തരം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം നീ സ്വീകരിക്കണമെന്നൊക്കെ ഈ അബിഗയിൽ ദാവീദിനോട് ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. അവൾ പറയുന്നതായ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ദാവീദിനോട്, കർത്താവ് അങ്ങേക്ക് വിശ്വസ്തമായ ഒരു ഭവനം പണിയും. അതിൻ്റെ 28-ാം വാക്യം മുതൽ, എന്നാൽ കർത്താവിന് വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്. ആയുഷ്കാലത്തൊരിക്കലും അങ്ങിൽ നിന്ന് ഒരു തിന്മയും ഉണ്ടാവുകയില്ല. ആരങ്ങയെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങയുടെ പ്രാണനെ കർത്താവ് സംരക്ഷിക്കും. കർത്താവ് വാഗ്ദത്തം ചെയ്ത എല്ലാ നന്മയും പൂർത്തീകരിച്ച് അങ്ങയെ രാജാവാക്കും. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ രാജാവാകുമ്പോൾ കാരണം കൂടാതെ ഒരു വ്യക്തിയെ ഞാൻ കൊന്നുകളഞ്ഞല്ലോ എന്നൊരു വ്യഥ, ഒരു കുറ്റബോധം അങ്ങയുടെ മനസ്സിലുണ്ടാവരുത്. കാരണം ഇവനോട് ഇപ്പോൾ യുദ്ധം ചെയ്യണം, അവനോട് യുദ്ധം വന്നിട്ടല്ല, താൻ ചോദിച്ചപ്പോൾ തന്നില്ല എന്നൊരു കാരണത്താൽ ആ പെട്ടെന്നുണ്ടായ കോപത്തിലാണ് ദാവീദ് ചെയ്യുന്നത്. നന്ദികേട് കാണിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവനെ വധിക്കാൻ വേണ്ടി ദാവീദ് ഒരുങ്ങുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ അബിഗയിൽ പറയുന്നത്, രാജാവാകുമ്പോൾ ഒരു കുറ്റബോധം നിൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഞാനിങ്ങനെ ഒരാളെ കൊന്നുകളഞ്ഞല്ലോ എന്നൊരു കുറ്റബോധം നിനക്കുണ്ടാവരുത്. അപ്പം അതിൽ നിന്ന് നീ പിന്മാറണം. ഞാൻ കൊണ്ടുവന്ന ഈ സമ്മാനങ്ങൾ നീ വാങ്ങണമെന്ന് ഈ അബിഗയിൽ ദാവീദിനോട് ആവശ്യപ്പെടുകയും ദാവീദ് അതനുസരിച്ച് പ്രവർത്തിക്കുകയും അവൾ കൊണ്ടുവന്നതായ ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങുകയും, എന്നിട്ട് 33-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, രക്തച്ചൊരിച്ചിൽ നിന്ന് എന്നെ രക്ഷിച്ച നീയും നിൻ്റെ വിവേകവും അനുഗ്രഹീതമാണ്. നീ സമാധാനത്തോടെ പോവുക, നിൻ്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു. അങ്ങനെ ദാവീദ് സന്തോഷത്തോടെ മടങ്ങി അബിഗേലിനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. അബിഗേലെ സമാധാനത്തോടെ വീണ്ടും എന്നിട്ട് ഭർത്താവാകുന്ന നാബാലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം വലിയൊരു വിരുന്ന് കഴിച്ച് വീഞ്ഞു കുടിച്ച് മതോന്മത്തനായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാത്രിയിൽ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വിവേകമതിയായ ഒരു സ്ത്രീയുടെ മനോഭാവം. മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന ആളോട് കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? നേരം ഒക്കെ വെളുത്തു. അവൻ്റെ ആ ലഹരി വിട്ട് കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഇന്നലെ എന്താണ് സംഭവിച്ചത്? നമ്മൾ പിന്നീട് വായിക്കുന്നത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നാബാൽ മരിച്ചു പോവുകയാണ്. നാബാൽ മരിച്ചു എന്നറിഞ്ഞ ദാവീദ് പെട്ടെന്ന് ആളെ അയച്ച് അബിഗേലിനെ തൻ്റെ ജീവിത പങ്കാളിയാക്കുവാൻ, ഭാര്യയാക്കുവാൻ ആഗ്രഹിക്കുകയും അബിഗേൽ അപ്രകാരം അവിടെ ചെല്ലുകയും ദാവീദിൻ്റെ ഭാര്യയായി അവിടെ മാറുകയും ചെയ്യുകയാണ്. അവിടെ വിവേകവതിയും ബുദ്ധിമതിയുമായ സ്ത്രീയുടെ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ദാവീദ് തൻ്റെ ജീവിത പങ്കാളിയായി അവളെ സ്വീകരിക്കാൻ കാരണമായിട്ട് തീർന്നത്. നമ്മളും പലപ്പോഴും ഈ നാബാലിനെ പോലെ നന്ദികേടിൻ്റെ പല വാക്കുകളും പ്രവൃത്തികളും നമ്മിൽ നിന്നുണ്ടാവാറുണ്ട്. എന്നാൽ അബിഗേലിനെ പോലെ വിവേകമതിയും ബുദ്ധിമതിയുമായ ഒരു സ്ത്രീയെ നമ്മളെപ്പോഴും മാതൃകയാക്കണം. തൻ്റെ ഭർത്താവിൻ്റെ ഭോഷത്തരം അവൾ മനസ്സിലാക്കി അതനുസരിച്ച് ഭർത്താവിനോട് പറയാതെ തന്നെ ബുദ്ധിപൂർവ്വം അവൾ കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ച് അവൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുകയാണ്. അതിനുശേഷം ദാവീദ് ഈ അബിഗേലിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ സൗൽ രാജാവ് തൻ്റെ മകൾ മീഖളിനെ ഇതിനു മുൻപ് ദാവീദിന് ഭാര്യയായി കൊടുത്തിരുന്നല്ലോ, അവളെ മറ്റൊരു ആൾക്ക് ഭാര്യയാക്കി അവിടെ കൊടുക്കുന്നു. അങ്ങനെ ദാവീദ് സൗലിൻ്റെ മരുമകൻ എന്ന സ്ഥാനത്ത് നിന്ന് കൂടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു വലിയ നടത്തിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
നീതിപൂർവം വിവേകപൂർവം നന്മ മനസ്സിലുള്ള ഏതു മനുഷ്യനെയും ദൈവം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കും. തിന്മ ചെയ്യുന്നവൻ അപ്പോൾ അത് വിജയമായി തോന്നിയേക്കാം, എന്നാൽ ആത്യന്തികമായി അവനത് നിലനിൽക്കുകയില്ല എന്ന് നബാലിൻ്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വലിയ ധനികനും എല്ലാ സ്വാധീനമൊക്കെ ഉള്ളവനാണെങ്കിലും ഒരു നിമിഷം മതി ജീവൻ നഷ്ടപ്പെടുവാൻ. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന നാളുകൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, മറ്റുള്ളവരുടെ നന്മകളെ ആഗ്രഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച് ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയും വേദവായനയുമൊക്കെ പരിശുദ്ധാത്മാവെ അതിനെ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.